മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച 4 യുവാക്കളല്ലേ നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്തി കളഞ്ഞു ആ വാർത്ത. അവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവർ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നത്. പന്തല്ലൂർ ഹിൽ വ്യൂ പോയിന്റിലാണ് അപകടമുണ്ടായത്. സ്വാലിഹുണ്ട് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം നോക്കാം എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന്. സ്വാലി, വല്ലാതെ നമ്മളെ വേദനിപ്പിച്ച ദുഃഖിപ്പിച്ച സംഭവമായിരുന്നു ഇന്നലത്തെ മങ്കടയിലെ അപകടമെന്ന് പറയുന്നത്. പന്തല്ലൂർ ഹിൽ പോയിന്റിൽ കാഴ്ചകൾ കാണാനെത്തിയ യുവാക്കളാണ് ഇടിമിന്നലിൽ അപ്രതീക്ഷിതമായെത്തിയ വേനൽമഴയിലെ ഇടിമിന്നലിൽ മരണപ്പെട്ടത്. സംസ്കാര ചടങ്ങുകൾ ഇന്നാണോ നടക്കുന്നത്? പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ? മനു, ഇന്നലെ വൈകുന്നേരത്താണ് അപ്രതീക്ഷിതമായ ഈ ദുരന്തം എത്തുന്നത്. പന്തല്ലൂർ മലയിൽ വെള്ളില കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ വെച്ചാണ് ഈ ഇടിമിന്നലേൽക്കുന്നത്. 7 പേരാണ് ഉണ്ടായിരുന്നത്. 4 പേർ തൽക്ഷണം തന്നെ മരിച്ചിരുന്നു. സിയാദ്, ഫഹദ്, റഹീസ്, ബഹാസ് എന്നിവരാണ് മരിച്ചത്. ഫഹദിൻ്റെ പോസ്റ്റ്മോർട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എല്ലാം വളരെ വേഗത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ 4 പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കി മൃതദേഹം ഒരുമിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. നേരെ കൊണ്ടുപോകുന്നത് വെള്ളിലയിലെ ടസ്കർ ഓഡിറ്റോറിയത്തിൽ അവിടെയാണ് പൊതുദർശനം. 2 മണിക്കൂർ നേരത്തെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം വെള്ളില മലയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം ക്രമീകരിച്ചിരിക്കുന്നത്. പതിവായി ആളുകളൊക്കെ എത്തുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ കുരങ്ങൻചോല എന്ന് പറയുന്നത്. തുറസായ സ്ഥലമാണ്. അതിൻ്റെ ചെരുവിൽ പാറകൾക്ക് മുകളിൽ ഇവർ സുഹൃത്തുക്കളായ 7 പേരും ചേർന്ന് ഒരുമിച്ച് ഇരുന്ന് ഇന്നലെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ അപ്രതീക്ഷിതമായി ഒരു ആഘാതമുണ്ടാവുന്നത്. 4 പേരും അവിടെ വെച്ച് തന്നെ മരിച്ചിരുന്നു. ഈ ചെരുവിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾ കാണാത്ത ഒരു സ്ഥലം കൂടിയാണിത്. പിന്നീട് നാട്ടുകാർ തന്നെയാണ്, അവിടെ ആ പ്രദേശത്തുള്ള നാട്ടുകാർ തന്നെയാണ് ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. ഒരാൾ ഈ ആഘാതത്തിൽ, ഇടിമിന്നലിൻ്റെ ആഘാതത്തിൽ ഒരാൾ തെറിച്ച് പോവുകയും ചെയ്തു. അയാൾക്ക് നിസ്സാര പരിക്കുകളാണുള്ളത്. മറ്റ് 2 പേരുടെയും, ചികിത്സയിലുള്ള 2 പേരുടെയും നിലയും തൃപ്തികരമാണ്. വലിയ ഗുരുതരമായ സാഹചര്യങ്ങളില്ല. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അവരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. മനു.